ഇറാനിലെ ജനകീയ പ്രതിഷേധം ഭരണകൂടത്തെ വിറപ്പിക്കുന്നു. അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ അതിഭയാനകമാണ്. പ്രക്ഷോഭം 12ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇതോടെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങളിൽ സംഘർഷം ഉടലെടുക്കുകയും രാജ്യത്തെ മുഴുവൻ ഇന്റർനെറ്റും വൈദ്യുതിയും വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നാടുകടത്തപ്പെട്ട കിരീടാവകാശി റസ പഹലവി ബഹുജന പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് പുതിയ സംഘർഷം ഇറാനിൽ രൂപം കൊണ്ടിരിക്കുന്നത്. രാജഭരണം തിരിച്ചു വരണമെന്ന മുദ്രാവാക്യം മുഴക്കിയാണ് പ്രക്ഷോഭകരുടെ പ്രതിഷേധം. തെരുവിൽ പ്രതിഷേധം ആളിക്കത്തുന്നുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയെ പുറത്താക്കണമെന്നും പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്നുണ്ട്. ഏകാധിപതിക്ക് മരണം, പഹലവി തിരിച്ചുവരും തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് തെരുവുകളിൽ പ്രക്ഷോഭകർ ഉയർത്തുന്നത്. പ്രതിഷേധക്കാർ പഴയ രാജഭരണകാലത്തെ ഇറാൻ പതാകയുമായാണ് പ്രതിഷേധിക്കുന്നത്. ആളിപ്പടരുന്ന പ്രതിഷേധം അടിച്ചമർത്താനായിട്ട് രാജ്യത്തുടനീളം ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നു. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തിലും ജീവിത ചിലവിലും പ്രതിഷേധിച്ച് ടെഹ്റാൻ ബസാറിൽ തുടങ്ങിയ സമരം ഇപ്പോൾ ഇസ്ഫഹാൻ, അബദാൻ, കർമാർഷ തുടങ്ങിയ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്കെല്ലാം വ്യാപിക്കുകയാണ്. പ്രക്ഷോഭങ്ങൾ ശക്തമായതോടെ വ്യാഴാഴ്ച രാത്രി മുതൽ ഇറാനിൽ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. അന്താരാഷ്ട്ര ടെലിഫോൺ ലൈനുകളും ലഭിക്കുന്നില്ലെന്ന ഓൺലൈൻ വാച്ച് ഡോഗായ നൈറ്റ് ബോക്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിഷേധക്കാർ തമ്മിലുള്ള ആശയവിനിമയം തടയാനാണ് ഭരണകൂടത്തിന്റെ ഈ നീക്കം. ഇറാൻ ഇപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. പ്രതിഷേധക്കാർക്കെതിരെ സുരക്ഷാ സേന മാരകായുധങ്ങൾ ഉപയോഗിക്കുന്നുവെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ കുറ്റപ്പെടുത്തി. ഖമനേയിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഇസ്ലാമിക വിപ്ലവകാലത്ത് നാടുകടത്തപ്പെട്ട ഇറാനിയൻ രാജകുമാരന് റസ പഹലവി ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് വിച്ഛേദിച്ചത്. ഇറാനിലെ യുവതലമുറയെ വിജയത്തിന്റെ തലമുറ, ജനറേഷൻ V4 വിക്ടറി എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം സമരം തുടരാൻ ആഹ്വാനം ചെയ്തു. നിലവിലെ ഒത്തൊരുമയും സഹകരണവും തുടർന്നാൽ വിജയം സുനിശ്ചിതമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. തെരുവുകൾ കൈയടക്കുവാനും ബാരിക്കേഡുകൾ എടുത്തു മാറ്റുവാനും പ്രക്ഷോഭകാരികളോട് ആഹ്വാനം ചെയ്തു. അവരോടുള്ള സംഘർഷങ്ങളിൽ 45 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 2260-ലധികം പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സംഘർഷങ്ങൾക്കിടെ റസ പഹലവി അടുത്തയാഴ്ച മാറോ ലോഗോയിൽ വെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇറാൻ ഭരണകൂടത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. പ്രക്ഷോഭകരെ കൊലപ്പെടുത്തിയാൽ ശക്തമായ തിരിച്ചടി US നൽകുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. പ്രതിഷേധക്കാർക്കെതിരെ ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവയ്പ് നടത്തിയതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഡിസംബർ 28-നാണ് ഇറാനിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം ആരംഭിച്ചത്. ഇറാനിലും സൈനികമായി ഇടപെടാൻ US തയ്യാറെടുക്കുന്നുവെന്നും അഭ്യൂഹം ലോകത്ത് പരന്നിരുന്നു. US വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്ക് വിമാനമായ സിസോഫ് C-7 എന്നീ വിമാനങ്ങളും യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ടാങ്കർ വിമാനങ്ങളും മധ്യേഷ്യ ലക്ഷ്യമാക്കി നീങ്ങിയ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. US-ൽ നിന്ന് UK-യിലെ വ്യോമ താവളങ്ങളിലേക്കാണ് ഇവ പുറപ്പെട്ടത്. ഇതോടെ ഇറാനെ ലക്ഷ്യമിട്ടാണോ ഈ നീക്കങ്ങൾ എന്ന സംശയമാണ് ഉയരുന്നത്. ബ്രിട്ടനിലെ RIA, ഫെയർഫോർഡ്, മൈൽഡൺ, ഹാൾ, ലോക്ഹീദ് എന്നീ വിമാനത്താവളങ്ങളാണ് US വിമാനങ്ങൾ എത്തിയത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇവിടേക്ക് വലിയ തോതിൽ ഇത്തരം വിമാനങ്ങൾ എത്തുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. യൂറോപ്പിലെയും മധ്യേഷ്യയിലും US സൈനിക നീക്കങ്ങൾക്ക് ഉപയോഗിക്കുന്ന വ്യോമതാവളമാണ് ഇവ. സിസറ, ഗ്ലോമാസ്റ്റർ വിമാനങ്ങൾക്ക് സൈനികർക്ക് പുറമെ ആയുധങ്ങളും സൈനികോപകരണങ്ങളും വാഹനങ്ങളും ഒക്കെ കൊണ്ടുപോകാനായി ഉപയോഗിക്കുന്നവയാണ്. സൈനികർ കനത്ത കവചിത വാഹനങ്ങൾ, ടിനുക്, ബ്ലാക്ക് ഹോക്ക് തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ എന്നിവ അതിവേഗം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. വലിയ തോതിലുള്ള സൈനിക നീക്കമാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഇത്തരത്തിൽ ഒരു നീക്കം നടന്നതായി US ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ വിമാനങ്ങൾ വ്യോമതാവളത്തിൽ നിന്ന് പുറപ്പെട്ടു എന്ന തരത്തിലുള്ള വീഡിയോകളും വിവരങ്ങളും X-ൽ പ്രചരിക്കുന്നുണ്ട്. സൈനിക നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ വിന്യാസത്തിന്റെ വേഗതയും അളവും പരിശോധിക്കുമ്പോൾ ഇത് സാധാരണ പരിശീലനമല്ലെന്നും മറിച്ച് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള മുൻകരുതൽ പദ്ധതികളുടെ ഭാഗമെന്നുമാണ് വിലയിരുത്തൽ. UK-യിലെത്തിയ വിമാനങ്ങളിൽ പലതും അമേരിക്കയുടെ 160ാമത് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഏവിയേഷൻ റെജിമെന്റുമായി ബന്ധപ്പെട്ടവയാണ്. ഇത് അതീവ പ്രാധാന്യം അർഹിക്കുന്നു. രാത്രികാലങ്ങളിൽ രഹസ്യമായി ശത്രുമേഖലകളിൽ സൈനികരെ എത്തിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള വിഭാഗമാണിത്. ഇതിനു പുറമെ കനുത്ത ആയുധശേഷിയുള്ള AC-30J ഗോസ്റ്റ് റൈഡർ വിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. ഇവ കരസേനയ്ക്കും വ്യോമസഹായം നൽകാനും ശത്രു ലക്ഷ്യങ്ങളെ തകർക്കാനും ശേഷിയുള്ളവയാണ്. മധ്യേഷ്യയിലെ US സൈനിക താവളങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടിയാണ് ഇവയെല്ലാം എന്ന റിപ്പോർട്ടുകളുണ്ട്.
മധ്യേഷ്യയിലേക്ക് ഇത്രയധികം വലിയൊരു സേനാ നീക്കത്തിന്റെ ആവശ്യകത നിലവിലില്ല. അതിനാൽ ഇത് ലക്ഷ്യമിടുന്നത് ഇറാനെയാണെന്നാണ് അഭ്യൂഹം. കഴിഞ്ഞ ദിവസം യുഎസിന്റെ നിരീക്ഷണ വിമാനമായ PA ഇറാന്റെ വ്യോമാതിർത്തി കടന്ന് നിരീക്ഷണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ലെങ്കിലും ഫ്ലൈറ്റ് റഡാർ വിവരങ്ങൾ PAന്റെ സാന്നിധ്യം ഇറാൻ വ്യോമാതിർത്തിയിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് പകരം ഇറാനിനിമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രതിഷേധം ശക്തി പ്രാപിക്കുകയാണ്. 100-ലേറെ നഗരങ്ങളിലാണ് പരമോന്നത നേതാവായുള്ള അയത്തുള്ള അലി ഖമനേയിക്കെതിരെ പ്രക്ഷോഭം നടക്കുന്നത്. രാജ്യത്തെ ഒട്ടുമിക്ക പ്രവിശ്യകളിലേക്കും പ്രക്ഷോഭം വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ദേശീയ കറൻസിയായ റിയാലിന്റെ മൂല്യം കൂപ്പുകുത്തുകയും ഇതിനൊപ്പം അസഹനീയമായ തലത്തിലേക്ക് വിലക്കയറ്റം കൈവിട്ടുയർന്നതിന് പിന്നാലെയാണ് ഇറാനിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. വിലക്കയറ്റമടക്കം ശക്തമായതോടെയാണ് ഇറാനിൽ ഭരണകൂട പ്രതിസന്ധിയിലായത്. തെരുവിലെ പൊതുജനങ്ങളുടെ അമേരിക്കയുടെയും ആവശ്യങ്ങൾക്കും ഭീഷണികൾക്കുമിടയിൽ നേതാക്കൾ കുടുങ്ങിയിരിക്കുകയാണ്. പ്രക്ഷോഭം മുന്നോട്ടു പോവുകയും അമേരിക്ക ഇടപെടുകയും ചെയ്താൽ നിലവിലുള്ള അവസ്ഥ അപകടകരമാകുമെന്ന ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥനടക്കം റോയിറ്റേഴ്സിനോട് റിപ്പോർട്ട് ചെയ്തു. വിദേശ ശത്രുക്കൾ വാടകയ്ക്കെടുത്ത ആളുകളാണ് പ്രക്ഷോഭത്തിന് പിന്നിലെന്നും ആയത്തുള്ള അലി ഖമനേയി പറയുന്നു. ഇന്റർനെറ്റ് വിച്ഛേദിച്ചിട്ടും പ്രക്ഷോഭങ്ങൾക്ക് ശമനമില്ല. പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണയുമായി പടിഞ്ഞാറൻ ഇറാനിൽ പൊതുപണിമുടക്ക് നടത്താൻ കുർദ് പ്രതിപക്ഷ പാർട്ടികളും ആഹ്വാനം ചെയ്തു. പല നഗരങ്ങളിലും പട്ടണങ്ങളിലും പണിമുടക്ക് ബാധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. സുരക്ഷാ നടപടികൾക്കും നിലവിലുള്ള ആശയവിനിമയ നിരോധത്തിനും ഇടയിലും പ്രക്ഷോഭകർ സർക്കാർ നിയന്ത്രണങ്ങളെ ധിക്കരിച്ച് മുന്നോട്ടു പോവുകയാണ്. പ്രതിഷേധക്കാർക്കെതിരെ ആക്രമണം തുടർന്നാൽ ശക്തമായി നേരിടുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രതിഷേധക്കാർ നേരിടുന്ന രീതിയിൽ ജർമ്മനിയും ഇറാന്റെ നടപടികളെ അപലപിച്ചു. ഇറാനിലെ ജനങ്ങൾക്ക് ഇന്റർനെറ്റ് സൗകര്യം പുനഃസ്ഥാപിക്കാൻ സാങ്കേതികവും നയതന്ത്രപരവുമായ എല്ലാ സാധ്യതകളും ഉപയോഗിക്കാമെന്ന് റസാ പഹ്ലവി ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇറാനിയൻ കറൻസിയായ റിയാലിന്റെ മൂല്യം റെക്കോർഡ് തകർച്ച നേരിട്ടതോടെ ഡിസംബർ 28-നാണ് ഇറാനിൽ പ്രക്ഷോഭം തുടങ്ങിയത്. ഇതിന് പിന്നാലെ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭമായി പരിണമിച്ചു. ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിക്കെതിരെയാണ് മുദ്രാവാക്യങ്ങൾ കൂടുതലും ഇപ്പോൾ ഇറാൻ തെരുവുകളിൽ ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും ഇറാൻ ഇപ്പോൾ വല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. കലുഷിതമായ ഒരു അന്തരീക്ഷമാണ് ഇറാൻ. ഒപ്പം അമേരിക്കയുടെ ഭീഷണിയും സമ്മർദ്ദവും ഒക്കെ ഇറാനിലുണ്ട്. ആയത്തുള്ള അൽ ഖമനേയി ജീവനോടെ ഉണ്ടോ എന്ന കാര്യം ഇപ്പോഴും സംശയമാണ്. പക്ഷെ പ്രക്ഷോഭകർ പറയുന്നു ഖമനേയിയെ തീർക്കും രാജഭരണം വേണമെന്ന്. ഇറാനിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ജനങ്ങൾ പട്ടിണി മൂലം കൂപ്പുകുത്തുന്നു. സാധനങ്ങൾ വില കൂടുന്നു. വിലക്കയറ്റം. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോഴാണ് ഇത്തരത്തിൽ രാജവംശം തിരികെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ തെരുവിൽ പ്രക്ഷോഭവുമായി ഇറങ്ങുന്നത്. ഇതിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനോ ഇപ്പോഴത്തെ ഇറാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇറാനെ രക്ഷിക്കാൻ ആര് വരും? ആയത്തുള്ളയുടെ തല പ്രക്ഷോഭകാരികൾ എടുക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു.